ഇത് ശരിക്കും പറഞ്ഞാലപ്പോൾ ഇറ്റ്സ് മോർ ദാൻ ഇനഫാണ് ഈ ക്യാമറ. കൂടുതൽ നന്നായി ആർ വിഷ്ണു, സിനിമാറ്റോഗ്രാഫർ, കളറിസ്റ്റ്. അതിൻ്റെ ഞാൻ ചെറിയൊരു സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ റൈവലറി അറ്റാക്കുകളൊക്കെ കുറഞ്ഞു. ഈ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്കതിൽ ജോയിൻ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ പറ്റും. ഇത്രയും സമയം കൊണ്ട് ഞങ്ങൾ 5 കല്യാണം ഷൂട്ട് ചെയ്യും. പക്ഷേ സൂപ്പർ ക്യാമറയിൽ ഒരു കൊടയും കൂടി വേണം. നേരെ വെഡിങ്ങിൽ നേരെ തിരിച്ചാണ്. ഇത് സ്റ്റെബിലൈസേഷൻ ഇല്ലാതെ നമുക്ക് ഒരു പരിപാടി നടക്കില്ല. പഴയ 1000 അതിലാണ് ഞാൻ ആദ്യമായിട്ട് ഫോട്ടോ എടുത്ത് പഠിക്കുന്നത്. ഞാനും 1100D കല്യാണ സൗന്ദര്യ അന്വേഷിച്ച് ഭീമനെ പോലെ കുറെ അലഞ്ഞിട്ടാണ് അത് കിട്ടിയത്. സിനിമാറ്റോഗ്രാഫർക്ക് നോക്കിയാൽ ഒന്ന് ക്യാനോണിനോടൊരു പഴയകാല ഒരു ഇമോഷൻ ഉണ്ട്. 90s കിഡ്. അതെ, ഓഫ്കോഴ്സ്, തീർച്ചയായിട്ടും അതുണ്ട്. ക്യാനോണിൽ നിന്ന് ക്യാമറ കിട്ടിയിട്ട് ഞാൻ ആദ്യം കയറിയപ്പോൾ നമുക്ക് മറ്റേ നൊസ്റ്റാൾജിയാണ് ഫുള്ള്. കുറച്ച് കഷ്ടപ്പെട്ട് പണിയെടുത്ത് ക്യാനോൺ നല്ലൊരു പ്രൊഡക്റ്റായിട്ടാണ് ഏതായാലും വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഉറപ്പായിട്ട്. ഹലോ എവരിവൺ, ഇറ്റ്സ് മീ രാഹുൽ. വെൽക്കം ടു RVR ഇംപ്രഷൻസ്. കുറേ കാലമായി നിങ്ങൾ എന്നെ ഇവിടെ ഒറ്റയ്ക്ക് കാണുന്നില്ലേ. പക്ഷേ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു ഗസ്റ്റും കൂടി ഉണ്ട്. അത് വേറെ ആരുമല്ല, ആർ വിഷ്ണു, സിനിമാറ്റോഗ്രാഫർ, കളറിസ്റ്റ്. വെൽക്കം ടു RVR ഇംപ്രഷൻസ്. ആർ വിഷ്ണു എൻ്റെ സ്വന്തമായിട്ട് റോൾസ് റോയ്സ് വല്ലതും ഉണ്ടോ? ഇല്ല. RV, ഞാൻ RVR. ക്യാനോണിൻ്റെ R5. ഇതെന്താ ആറിൻ്റെ സംസ്ഥാന സമ്മേളനമാണോ? ഓണമൊക്കെ എങ്ങനെയുണ്ടായിരുന്നു വിഷ്ണു? ഓണം ക്യാനോണുമായിട്ടായിരുന്നു. ക്യാനോണും. അതെ, വിഷ്ണു ഇട്ട ഹാഷ്ടാഗ് ഞാൻ കുറേ സ്ഥലത്തിട്ടു, ക്യാനോണെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ക്യാനോണെന്ന് പറയാനുള്ള മെയിൻ കാരണം പറയാം, ഞങ്ങൾ ക്യാനോണിന് വേണ്ടിയിട്ട് ഒരു UGC കണ്ടൻറ്റ് ഷൂട്ട് ചെയ്തിരുന്നു. അതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്ത വിഷ്ണുവാണ്. അതിൻ്റെ ആഡ് ഔട്ട് വരാനുണ്ട്. UGC ഔട്ടേ വന്നിട്ടുള്ളൂ. ഞാനിങ്ങനെ സുരേഷ് ഗോപി സ്റ്റൈലൊക്കെ നടക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ അകത്തുള്ള ബ്യൂട്ടി ഷോട്ട്സും ആ വെഡ്ഡിങ്ങിൻ്റെ സീക്വൻസും എല്ലാം ഷൂട്ട് ചെയ്തത് വിഷ്ണുവാണ്. വിഷു എക്സലൻറ്റ് വർക്ക്, ഒന്നും പറയാനില്ല. ഭയങ്കര നല്ല ഫ്രെയിംസ് ആയിരുന്നു. വിഷ്ണു ഒന്ന് R5 Mark II ഞങ്ങൾ അതെല്ലാം ഷൂട്ട് ചെയ്ത്. ആ ഷൂട്ട് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഈ ക്യാമറയുടെ കുറേ ഫീച്ചേഴ്സ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ ബേസിക്കലി ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വിഷ്ണു ഒരു കാര്യം അറിയോ, ഈ ക്യാമറ R5 Mark II ഇൻഡസ്ട്രിയിൽ വേറെ ആരും വിഷ്ണു എക്സ്പ്ലോർ ചെയ്തോന്ന് എനിക്ക് സംശയമാണ്. കാരണം നമ്മൾ DAയുടെ പല തലങ്ങളിലേക്ക് ഒരു ഭ്രാന്തനെ പോലെ വിഷ്ണു അലിഞ്ഞിട്ടില്ലേ, ഞാനും. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള സംസാരമൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി. അപ്പോൾ വേറെ ആരും ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ഈ ഒരു പോഡ്കാസ്റ്റിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് കുറച്ച് നല്ല ഇൻഫർമേഷൻസ് ഈ ക്യാമറയെ പറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് അടിപൊളിയായിരിക്കും. അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ. താങ്ക് യു. ഒരു ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ വർക്ക് ചെയ്ത ഒരാളെന്ന നിലയിൽ R5 Mark II പോലെയുള്ള ഒരു ഡിവൈസിലേക്ക് വന്നിട്ട് അത് വെച്ചിട്ട് ഒരു ആഡ് ഷൂട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണല്ലോ നമുക്കുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് വന്നത് എന്തായിരുന്നു? ഓക്കെ, ആക്ച്വലി 2 കാര്യങ്ങളാണ് ഉള്ളത് അതിനകത്ത്. ഒന്ന്, ക്യാനോണിനോടൊരു പഴയകാല ഒരു ഇമോഷൻ ഉണ്ട്. 90s കിഡ്. അതെ, ഓഫ്കോഴ്സ്, തീർച്ചയായിട്ടും അതുണ്ട്. അപ്പോൾ അതുണ്ട്. പിന്നെ എന്തായാലും മോശമാവില്ല, എന്തെങ്കിലും സർപ്രൈസ് അതിനകത്ത് ഉണ്ടാവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് ഈ ക്യാമറയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഈ 2 കാരണങ്ങളാണ് അതിലേക്ക് വന്നപ്പോൾ ഇതിൽ ഷൂട്ട് ചെയ്യാം എന്ന് വിചാരിച്ചപ്പോൾ കിട്ടിയൊരു ഹൈ എന്ന് പറയുന്നത് അതാണ്. അതിനുശേഷം ഇത് യൂസർ ഫ്രണ്ട്ലി ആണ്, കുറച്ച് കോമ്പാക്റ്റ് ആണ്, 8K RAW ആണ്. അപ്പോൾ കുറേ ഫീച്ചേഴ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഒത്തിരി ഫീച്ചേഴ്സ് അവർ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഒരു ഫസ്റ്റ് ഒരു ഇംപ്രഷനായിട്ട് എനിക്ക് തോന്നിയത് അതിനകത്ത്. ആദ്യം ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നില്ലേ? ഇല്ല, ഓഫ് കോഴ്സ് ഉണ്ടാവും. കാര്യം 8K എന്ന് പറയുന്ന ഒരു റെക്കോർഡിങ് നമ്മളിപ്പോൾ 25 ഫ്രെയിംസിലാണ് ഷൂട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ടിൽ എന്തെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂ വരോ അല്ലെങ്കിൽ ഓഫായി പോവോ, ഈ മെയിൻ കൺസേൺ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഷൂട്ട് വന്നിട്ട് കുറച്ച് പ്രീ പ്ലാൻഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അത്തരം പ്രശ്നങ്ങളൊന്നും സെക്കൻഡ് ഒരു ക്യാമറ വെച്ചിരുന്നു. ഉണ്ടായിരുന്നു, ബാക്കപ്പ് ക്യാമറ ഉണ്ടായിരുന്നു. അതേപോലെ ബാറ്ററീസും മെമ്മറി കാർഡും എല്ലാം നമ്മൾ ബാക്കപ്പ് വെച്ചിരുന്നു. പക്ഷേ അതൊന്നും നമുക്ക് ഒരു പ്രശ്നമേ അല്ലാതെ അത് ഭയങ്കര ഈസിലി ഷൂട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണത്. ഇപ്പോൾ വിഷ്ണു DA ചെയ്യുന്ന ഒരാളാണ്, DA സ്പെഷ്യലിസ്റ്റാണ്. ഒരു ക്യാമറയുടെ ഒരു ഫയൽ കിട്ടിയാൽ അതിൻ്റെ അകത്ത് എത്രമാത്രം അതിൻ്റെ പൊട്ടൻഷ്യൽ ഉണ്ടോ എന്ന് നോക്കുന്ന ആളാണ്. ലട്ടുകൾ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാറുള്ള ആളാണ്. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് ഇതിൻ്റെ ക്യാമറ തന്നിരുന്നല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് ഇത് കൊണ്ടുപോയിട്ട് ഇതിൻ്റെ പൊട്ടൻഷ്യൽ എന്തോരുണ്ടോ നോക്കണം എന്നാണെന്ന് പറഞ്ഞത്. ഇതിൻ്റെ C-Log പൊട്ടൻഷ്യൽ എന്തായിരുന്നു ബേസിക്കലി വിഷ്ണു ഇതിൽ വർക്ക് ചെയ്തപ്പോൾ തോന്നിയത്? ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്നത് C-Log 2 ആണ്. C-Log 2 നല്ല ഡൈനാമിക് റേഞ്ച് ഉണ്ട്, നല്ല ഡീറ്റെയിൽ ഉണ്ട്. ഇമേജ് നമുക്ക് തിരിച്ച് പോസ്റ്റ് പ്രൊഡക്ഷനിൽ പോസ്റ്റ് വർക്ക് ചെയ്ത് തിരിച്ച് എടുക്കുന്ന സമയത്ത് അതിൻ്റെ കളേഴ്സ്, അതിൻ്റെ ബ്ലാക്ക് ലെവലൊക്കെ ഭയങ്കര രസമായിട്ടാണ് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇത് ക്യാമറ എനിക്കിതിൻ്റെ ഷൂട്ടിന് വേണ്ടിയിട്ട് ക്യാനോണിൽ നിന്ന് ക്യാമറ തന്നപ്പോൾ തന്നെ അവർ പറഞ്ഞത് ബേസിക്കലി ഇതിൻ്റെ അകത്ത് ഭയങ്കര എക്സ്ട്രീമായിട്ടുള്ള ഹൈലൈറ്റ് ഷാഡോ പ്രിസർവേഷൻ ഉണ്ടെന്നാണ് പറഞ്ഞത് ഈ ക്യാമറയിൽ.
അപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ റൈവലറീസ് ആയിട്ടുള്ള ക്യാമറകളിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡൈനാമിക് റേഞ്ച് ഈവൻ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ നമുക്ക് വീഡിയോയിലും ഒരു വെഡ്ഡിങ് എന്നുള്ള രീതിയിൽ ഔട്ട്പുട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്രയും ഡൈനാമിക് റേഞ്ച് എക്സ്പ്ലോർ ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ബേസിക്കലി നമ്മൾ ലോ ലൈറ്റ് കണ്ടീഷനിലാണെങ്കിൽ പോകുന്നെങ്കിലും നമ്മൾ ആ സിറ്റുവേഷൻ അനുസരിച്ചാണ് ഷൂട്ട് ചെയ്യാറ്. പക്ഷേ നമ്മളൊരു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ലൈറ്റ് എന്താണെങ്കിലും വേണം. നമുക്ക് ഒരിക്കലും ഓരോ ഫ്രെയിമിൽ ലൈറ്റ് കോംപ്രമൈസ് ചെയ്യാനും പറ്റില്ല. കാരണം നമ്മൾ അങ്ങനെയാണ് അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ക്യാമറ കമ്പനി പറഞ്ഞിട്ടുള്ള അതേ ഈ ഹൈലൈറ്റ് ഷാഡോ പ്രിസർവേഷൻ അതിലുണ്ടെന്നാണോ വിഷ്ണുവിന് തോന്നുന്നത്? അതെ, തീർച്ചയായിട്ടും ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഇത് റോയിലാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്. റോ വരുമ്പോൾ നമുക്ക് മെറ്റഡേറ്റ ലേറ്റർ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഐസോ ആവട്ടെ, ഈ ഡീറ്റെയിൽസ് നമുക്ക് കെൽവിൻ ഇതെല്ലാം നമുക്ക് വീണ്ടും റീകറക്റ്റ് ചെയ്യാൻ പറ്റും. അവിടെ അറിയില്ല, റോ വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഫോട്ടോയിൽ വർക്ക് ചെയ്യുന്ന സെയിം പ്രോസസ്സ് നമുക്ക് വീഡിയോയിലും ചെയ്യാൻ പറ്റും ഈ ഇതിനകത്ത് റോ ഉൾപ്പെടുത്തിയതുകൊണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽസ് ആണ് ഇവർ അതിനകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്, പ്രിസർവ് ചെയ്യുന്നുണ്ട് അതിൽ. പ്ലസ് സീലോഗ് 2 റോ എന്ന് പറയുന്ന ഫോർമാറ്റും സീലോഗ് 2. അപ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് ഉണ്ട്. പോസ്റ്റ് പ്രൊഡക്ഷൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് ആ റിസൾട്ട് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ CG പൊട്ടൻഷ്യൽ എന്തായിരിക്കും? അത്രയും ഇമേജ് ഡീറ്റെയിൽസ് അല്ലേ 8K. 8K റോയിൽ ചെയ്യുമ്പോൾ നമ്മളിൽ തന്നെ CG ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഡാർക്ക് ആയിട്ടുള്ള വിൻഡോ സൈഡെല്ലാം നമ്മൾ CG ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ആയിരുന്നു അത് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇത് നമ്മൾ ആ മോർണിംഗ് ഷോട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് രാത്രി 12 മണിക്കാണ്. അപ്പോൾ അത് CG ചെയ്ത സമയത്ത് ഞാൻ നോക്കുമ്പോൾ ഓക്കെ, അതേ വരാന്ത തന്നെ നമ്മൾ കോറിഡോർ തന്നെ അതിൽ CG ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറേ പേരെടുത്ത് ഇതിൻ്റെ ഫുട്ടേജ് കണ്ടപ്പോൾ പറഞ്ഞു ഇത് രാത്രി 12 മണിക്കാണ് ഇത് ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ 12 മണിക്ക് വെച്ചാൽ ലൈറ്റപ്പിൻ്റെ ഉണ്ട്. പക്ഷേ എന്നാൽ തന്നെയും ക്യാമറയുടെ നമുക്കൊരു ബാക്ക് ബോൺ സപ്പോർട്ടും കൂടെ ഇല്ലാതെ നമുക്ക് ഇത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അത് ശരിക്കും അത് വർക്കൗട്ട് ആയെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്തൊരു പോയിന്റ് എടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ CG ചെയ്യുമ്പോൾ ഗ്രീനോ ബ്ലൂവോ ഉപയോഗിക്കാറുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഇമേജ് റീപ്ലേസ് ചെയ്യാനോ അല്ലെങ്കിൽ ക്യാരക്ടർ ഓവർലാപ്പിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ഈസി. ഈ ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. അപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഒരു ഓപ്പോസിറ്റ് ഒരു ഷോട്ട് വേണം, ഒരു വൈറ്റ് ഷോട്ട് വേണം. അപ്പം നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്താണ് വരുന്നതെന്ന് നോക്കാം. നമുക്കത് വർക്കായില്ലെങ്കിൽ ട്രാഷ് ചെയ്യാമെന്നുള്ള പ്ലാനാണ് ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ ലൈഫ് സ്റ്റാൻഡ് രണ്ടുണ്ടപ്പോൾ ഞാൻ ഓർത്ത് ഈ ഷോട്ട് ഉപയോഗിക്കാൻ പറ്റുമോ, CG ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അത്രയും ലൈറ്റ് ഹിറ്റ് ചെയ്തിരിക്കുന്ന അത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രെയിമാണ് അത്. അപ്പോൾ നമുക്ക് എന്തായാലും ഓപ്പോസിറ്റ് ലൈറ്റ് വെച്ചാൽ ആ ഒരു എൻവയോൺമെൻറ്റ് തിരിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മോർണിംഗ് ഫീലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഓപ്പോസിറ്റ് ആംഗിളിൽ വെക്കുമ്പോൾ ഈ പറഞ്ഞ എല്ലാ ലൈറ്റ് ആൻഡ് ഗ്രിപ്പിൻ്റെ സാധനങ്ങളെല്ലാം നമുക്ക് ഫ്രെയിമിൽ വരും. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ വർക്ക് ആവും എന്ന് നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ ഒരു ഷോട്ട് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് വേറെ ഷോട്ട് നമ്മൾ ഓൾറെഡി ബാക്കപ്പ് ചെയ്തിട്ടുണ്ട്. പ്ലസ് ഇത് കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലത് എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത്. എൻഡ് ഓഫ് ദ ഡേ ഈ ഗ്രീൻ സ്ക്രീനും ഉപയോഗിച്ചിട്ടില്ല, ബ്ലൂ സ്ക്രീനും ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ ഉള്ള എൻവയോൺമെൻറ്റിൽ നിന്ന് റോട്ടോ ഇത് കട്ട് ചെയ്ത് എടുത്തേക്കുന്നത്. അപ്പോൾ അത്രയും ഡീറ്റെയിൽ ഉണ്ട് ആ ഇമേജിന്. അതെ, ഞാൻ DI ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് കളർ കോവാറിൻ്റെ അടുത്ത് പോയിരുന്നത്. അപ്പോൾ ആളോട് ഞാൻ പേഴ്സണലി ചോദിച്ചു ഇതിൻ്റെ കളർ ഗ്രേഡിങ് എങ്ങനെയാണ്, ഈ DI ചെയ്തിട്ട് എങ്ങനെയാണ്. അപ്പോൾ പറഞ്ഞ രസമുണ്ട്, നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്, 8Kയിൽ നല്ല ഡീറ്റെയിലിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. പൊതുവേ ഈ ക്യാമറ അധികം ആരും എക്സ്പീരിയൻസ് ചെയ്യാത്തതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. കൂടുതലും ഫോട്ടോഗ്രാഫേഴ്സാണിത് ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആളും ഭയങ്കര കംഫർട്ടബിളായിട്ടാണ് പറഞ്ഞത് ഇതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ ഞാൻ ചെറിയൊരു സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ റൈവലറി അറ്റാക്കുകളൊക്കെ കുറേ ഉണ്ട്. പക്ഷെ നമ്മൾ സത്യം പറയുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾ ആക്ച്വലി ഈ 8K എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ നമ്മൾ 4Kയിലാണ് ഡെലിവറി ഔട്ട് എടുത്തേക്കുന്നത്. അതെ. അപ്പോൾ ആ സമയത്ത് നമുക്ക് സ്കെയിൽ ചെയ്യാനും ചില ഫ്രെയിംസ് റീഫ്രെയിം ചെയ്യാനൊക്കെ പറ്റിയെന്നുള്ളൊരു സാധനമുണ്ട്. അപ്പോൾ 4Kയിൽ തന്നെ നമ്മൾ വീണ്ടും സ്കെയിൽ ചെയ്യുമ്പോൾ വീണ്ടും ഡീറ്റെയിൽ പോകും. ഈ 8Kയിൽ സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റി. പല ഷോട്ടുകളും നമ്മൾ റീസ്കെയിൽ ചെയ്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതിനകത്ത്. ഇതിൽ 4Kയിൽ നമ്മൾ 2 വിഷ്വൽസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി നമ്മുടെ ഫ്ലവർ പെറ്റൽസിൻ്റെ ആക്ച്വലി ഈ ക്യാമറയുടെ ഫീച്ചേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെയായിരുന്നു നമ്മൾ ആ ഷോട്ട് എടുത്തത്. അതും എനിക്ക് തോന്നുന്നു ആ ഒരു ഹൈ ഡെഫിനിഷനിൽ ആ ഒരു ഫ്രെയിം റേറ്റിൻ്റെ ഒരു ഫ്ലോ ഒക്കെ കൃത്യമായിട്ട് അതിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ ഫ്രെയിം ഷൂട്ട് ചെയ്തത് ഇമേജസ് നല്ല ക്രിസ്പായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. 120 ഫ്രെയിംസിലാണ് നമ്മളത് ഷൂട്ട് ചെയ്തത്. 4K 120 ഫ്രെയിംസ്. ഓക്കെ. ബേസിക്കലി നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സൂപ്പർ ക്യാമറാസിലൊക്കെ ആവശ്യം അതൊരു ഫീച്ചറായിട്ട് വരാറുണ്ടോ? അങ്ങനെ വരാറില്ല സാധാരണ. ഇപ്പം എന്താ ചെയ്യുക, അത് എന്താണെന്ന് വെച്ചാൽ വലിയ ക്യാമറകളുടെ ബോഡി സൈസൊക്കെ അറിയാലോ, അത്യാവശ്യം വലിയ ബോഡി സൈസാണ്. അപ്പോൾ അതിന് നമ്മൾ ഗിംബലോ അല്ലെങ്കിൽ സ്റ്റഡി ക്യാമോ അല്ലെങ്കിൽ ട്രാക്ക് ആൻഡ് റോളി പാന്തര അതുപോലത്തെ ഇത് ആണ് ഉപയോഗിക്കാറ്.
പിന്നെ നമുക്ക് ചില സ്റ്റോറിയോ അല്ലെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റോ ഡിമാൻഡ് ചെയ്യുന്ന ചില ജെർഗിങ്ങും ബ്രീത്തിങ്ങും സാധനങ്ങളൊക്കെ അതിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. സോ അതുപോലെയാണ് അത് വർക്ക് ചെയ്ത് പോകുന്നത്. വെഡിങ്ങിൽ നേരെ തിരിച്ചാണ്. ഇത് സ്റ്റെബിലൈസേഷൻ ഇല്ലാതെ നമുക്ക് ഒരു പരിപാടി നടക്കില്ല. കാരണം നമുക്ക് ഇതിനുള്ള സെറ്റപ്പോ ഒരു പ്രീ പ്ലാനോ ഒന്നുമില്ലല്ലോ. നമ്മൾ രാവിലെ ഒരു സ്ഥലത്ത് ചെല്ലുന്നു, നമുക്കൊരു അപ്പോഴായിരിക്കും നമുക്ക് അവിടുത്തെ ഒരു എസ്തെറ്റിക്കിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടുന്നത്. അതനുസരിച്ച് നമ്മൾ ക്യാമറ തുറക്കുന്നു, എടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്കെല്ലാം ഈ പറഞ്ഞ പോലെ ഈ സ്റ്റെബിലൈസേഷനൊക്കെ ഭയങ്കര കീ ഫാക്ടറാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമുക്ക് ഗിംബൽ യൂസ് ചെയ്യാൻ പറ്റാതെ വരുന്നുണ്ട്. അതായത് ചില ചർച്ചുകളിൽ, അതുപോലെ തന്നെ ചില ടെമ്പിൾസിൽ ഇവിടെയൊന്നും ഈ പറഞ്ഞ പോലെ ഗിംബൽസ് ഒന്നും യൂസ് ചെയ്യില്ല. കുറച്ച് ഷോട്ട്സ് ഇതിൻ്റെ BTS ഞാനായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ ആ സമയത്ത് ഇതിൻ്റെ റൈവലറി ആയിട്ടുള്ള ക്യാമറയിൽ നമ്മൾ ഒരുപാട് ഷൂട്ട്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒരു 3-4 വർഷം മുമ്പൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവമായിരുന്നു അവരുടെ ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ. ഇതിൻ്റെ ഹാൻഡ് ഹെൽഡ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇമേജ് സ്റ്റെബിലൈസേഷൻ എങ്ങനെയായിരുന്നു? 8.5 ആണ് ഇതിൻ്റെ. ടെക്നിക്കലി അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ആക്ച്വലി മഴ പെയ്ത സമയത്ത് നമ്മൾ ഹരിബറിയായിട്ടൊന്ന് ഒരു ഗൊറില്ല ഷൂട്ട് പോലെ ഓടി ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അത് പ്ലേ ബാക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ജെർഗിങ് അങ്ങനെയല്ല, ഒരു ഫ്ലോട്ടിങ് ഒക്കെ ഒരു സുഖമുണ്ട് അത് കാണാനായിട്ട്. അപ്പോൾ നമുക്ക് ചില ഷോട്ട്സ് കയ്യിൽ കുറേ നേരം ഹോൾഡ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ചെറിയ ഷിവറിങ് അല്ലെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അത്ര ക്ലോസ് എടുക്കാൻ. പക്ഷെ ഔട്ട്പുട്ടിൽ അതൊന്നുമില്ല, അത് ഭയങ്കര നീറ്റായിട്ടാണ് സ്റ്റെബിലൈസ് ചെയ്തത്. ഈ 2014 അല്ലെങ്കിൽ ഈ ഡിജിറ്റൽ കടന്നു വന്ന സമയത്തുണ്ടായ വെഡ്ഡിങ് സമയമുണ്ടല്ലോ, ആ സമയത്ത് ഈ സ്റ്റെബിലൈസേഷനോ അല്ലെങ്കിൽ ഇതൊക്കെ കുറേ ഒരു മിഡ് സ്റ്റേജിലാണ് ഇതൊക്കെ എൻ്ററായി വരുന്നത്. അപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന വീഡിയോഗ്രാഫേഴ്സ്, ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ഉണ്ടല്ലോ, അവർ ഹാൻഡുകളിൽ എടുത്തിരുന്നതാണ്. പക്ഷെ അവർക്കൊക്കെ ഇന്ന് ഇത് കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ വേറെ ലെവലിൽ അവർ ഷൂട്ട് ചെയ്യും. അന്നേ അവർ ലെജൻസ് ആണ് അവർ വർക്ക് ചെയ്തേക്കുന്നത്. അവരുടെ വർക്ക്സും ആ ഉള്ള അവൈലബിലിറ്റി വെച്ചിട്ട് അവർ വർക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇതും കൂടി വന്നു കഴിഞ്ഞാൽ വേറെ ലെവലിൽ അവർ അത് വർക്കൗട്ട് ചെയ്തെടുക്കും. ഞാൻ തുടങ്ങിയ സമയത്ത് ഇപ്പോൾ ക്യാനൻ്റെ 5D Mark II ഒരു ഗിംബലിലൊക്കെ വെച്ച് HD 4000 എന്ന് പറഞ്ഞിട്ടൊരു ഗിംബലൊക്കെ ഉണ്ട്. 2 സൈഡിൽ വെയിറ്റ് ഒക്കെ വെച്ചിട്ട് ബാലൻസ് ചെയ്യണം. അതിൽ 2 വർക്ക് എടുത്തോളൂ. പിറ്റേ ആഴ്ച ഞാൻ ഫോട്ടോഗ്രാഫറായി. കാരണം നമ്മളെ കൊണ്ട് അത് പറ്റില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കാരണം ഒന്നാമത് ഭയങ്കര വെയിറ്റാണ്. കുറച്ച് ഫിസിക്കലി ഫിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് അത് വെക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു 80% ആളുകൾ നമ്മുടെ ഇൻഡസ്ട്രിയിൽ, വെഡ്ഡിങ് ഇൻഡസ്ട്രിയിൽ ഗിംബൽ യൂസ് ചെയ്യുന്നില്ല. എല്ലാവരും സ്റ്റെബിലൈസേഷൻ അതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഓട്ടോ ഫോക്കസ് ക്യാനൻ്റെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. അതായത് ഓവർ ദ പീരീഡ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നു അവർ ഇതിനകത്ത് കുറേ വർക്ക് ചെയ്തു തോന്നുന്നു. അതുകൊണ്ട് ഇപ്പോൾ ഐ ഫോക്കസ് ആണെങ്കിലും ഐ ഡിറ്റക്ഷൻ ആണെങ്കിലും ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. ഇപ്പോൾ നമ്മൾ വെഡ്ഡിങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത്, ഞാനിപ്പോൾ ഫോട്ടോഗ്രാഫ് എടുക്കുന്ന സമയത്താണെങ്കിലും നമുക്ക് കണ്ടിന്യൂസ് ഷോട്ടിലൊന്നും ആ പോയിന്റ് കണ്ണിൽ തന്നെ ഇരിക്കും. നമ്മൾ ലാസ്റ്റ് ഷോട്ട് വരെ കണ്ണിൽ തന്നെ ഇരിക്കും. അത് ഭയങ്കര പെർഫോമൻസാണ് ആക്ച്വലി. ഇപ്പോൾ ബാക്കിയുള്ളവരെ വെച്ച് നോക്കുമ്പോൾ അതിലും ഒട്ടും പുറകിലല്ല R5 Mark II എന്നാണ് എനിക്കും തോന്നിയത്. നമുക്ക് ഒരു മോർ ദാൻ ഒരു 50 പീപ്പിൾസ് ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലേ? ഇല്ല, 50 അത്രയും ഉണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അതിനകത്ത് 1-2 പേരാണ് നമുക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ VCM ലെൻസ് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ 1-2 പേരിൽ തന്നെയാണല്ലോ ഉണ്ടായിരുന്നത്. അത്രയും വൈഡ് പോകുമ്പോഴാണെങ്കിലും ആദ്യം നമ്മൾ അതിൻ്റെ ഫോക്കസ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു ആദ്യം ഇനീഷ്യൽ. അപ്പോൾ നമ്മുടെ PL മൗണ്ടിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് സ്വിച്ച് ചെയ്ത് നമ്മുടെ VCM ലെൻസിലേക്ക് വന്നു, ജസ്റ്റ് ടച്ച് ചെയ്തു, കാര്യം കഴിഞ്ഞു എന്ന് പറയുന്നതാണ്. ഇതിൽ വേറെ ഫീച്ചറുണ്ട്, AI വെച്ചിട്ടുള്ള ഫേസ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ആഡിൽ ഫേസ് രജിസ്ട്രേഷൻ്റെ ഫീച്ചർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ആഡിലൊന്നും യൂസ് ചെയ്യില്ല. പക്ഷേ നമുക്ക് ഭയങ്കര യൂസ്ഫുൾ അത്. കാരണം വെച്ചാൽ ഇതിൻ്റെ അകത്ത് നമുക്കൊരു 10 പേരുടെ ഫേസ് നമ്മൾ രജിസ്റ്റർ ചെയ്തെന്ന് കരുതിക്കോ. നമ്മൾ അവരുടെ ഫേസ് ക്യാമറയിൽ 10 ചെയ്യാം. അതിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡിൽ നമുക്ക് അസൈൻ ചെയ്യാം. 10 പേരുടെ ഫേസ് രജിസ്റ്റർ ചെയ്താൽ ഏത് ആൾക്കൂട്ടത്തിൽ അവർ വന്നാലും അവരെ ഫോക്കസ് വയ്ക്കുക. അപ്പോൾ എത്രമാത്രം ടെക്നോളജി അഡ്വാൻസ്ഡ് ആയി എന്നുള്ള കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് വയ്ക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നു സ്പോർട്സ് ഒക്കെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി ഇപ്പോൾ ഒരു ഫുട്ബോൾ പ്ലെയർ ഇപ്പോൾ ഒരു മെസ്സിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ എല്ലാവരും ഡിസ്ട്രാക്ഷൻ ഉണ്ടെങ്കിൽ എവിടെ പോയാലും മെസ്സിനെ പിക്ക് ചെയ്തെടുത്തോളൂ. സ്പോർട്സിലൊക്കെ ആയിരിക്കും അത് കുറച്ചും കൂടി യൂസ്ഫുൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് വെഡിങ്ങിൽ യൂസ്ഫുള്ളാണ്. ഭയങ്കര തിരക്കുള്ള കല്യാണമൊക്കെ ആണെങ്കിൽ ബ്രൈഡിനൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതുവഴി കണ്ടുപിടിക്കാം എന്നൊക്കെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മൾ ആരെ അന്വേഷിക്കുന്നത് നമ്മൾ നോക്കണ്ട. പിന്നെ ഇതിൻ്റെ ഫോക്കസ് നമ്മുടെ ക്യാനൻ്റെ ഇപ്പോൾ പുതിയ ടെക്നോളജിയിൽ നമ്മുടെ ഈ ഐബോൾസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് ഫോക്കസ് പോയിന്റ് മൂവ് ചെയ്യും.
ആ ടെക്നോളജി ഉണ്ട്. അതെ. ഇതൊക്കെ നിങ്ങൾക്ക് ആഡിൽ യൂസ് ചെയ്തുകൂടെ? കുറേ പണി കുറവില്ല, ഫോക്കസ് പുള്ളറൊന്നും വേണ്ടല്ലോ, കൂടി സിനിമാറ്റോഗ്രാഫർക്ക് നോക്കിയാൽ മതി. പ്ലാൻ ആയതുകൊണ്ട് അതിന് സമയം കിട്ടിയില്ല. അപ്പോൾ ആരെ ഫോക്കസ് വേണം? ഒരു 4 പേരുണ്ടെങ്കിൽ സിനിമാറ്റോഗ്രാഫർ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് അവിടെ വരും. ചെറിയ ചാറ്റൽ മഴ, കുഴപ്പമില്ലാത്തൊരു മഴയത്ത് സൂപ്പർ ക്യാമറയിൽ അല്ല വേണ്ട, ഒരു തുള്ളി വെള്ളമെങ്കിലും ആകാശത്ത് നിന്ന് വീഴുമ്പോൾ സൂപ്പർ ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? പക്ഷേ സൂപ്പർ ക്യാമറയിൽ ഒരു കൊടയും കൂടി വേണം. പക്ഷേ ഇതിൽ കുട വേണ്ട, ഇത് ഞങ്ങൾ ഷൂട്ട് ചെയ്താണല്ലോ. നിങ്ങൾ മഴയത്ത് ഷൂട്ട് ചെയ്തു, ഞാൻ പറഞ്ഞാലേ ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്തോളാൻ. ക്യാനൻ എൻ്റെ അടുത്ത് പറഞ്ഞാണ് ഇത് നിന്ന് മഴ കൊള്ളിക്കും എന്ന് തന്നെ പറയുന്നത്. നമുക്ക് ഉള്ളിലൊരു തോന്നലാണ് ഇത് നനഞ്ഞാൽ പ്രശ്നമാവോ, നമ്മുടെ ഡിവൈസ് നമ്മൾ നനയില്ല. പക്ഷേ എൻ്റെ അടുത്ത് ക്യാനണിൽ നിന്ന് അന്ന് വന്നിട്ടുള്ള അവർ പറഞ്ഞ അതോറിറ്റീസ് പറഞ്ഞ് ഒരു പ്രശ്നമില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴയാണ്, ധൈര്യമായിട്ട് ഷൂട്ട് ചെയ്തു. എന്നിട്ട് ആ മഴ നനയുന്നതിൻ്റെ വിഷ്വൽസും വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അതുകൊണ്ടാണ് ആഡിൽ നമ്മൾ ആ മഴ നനഞ്ഞ വിഷ്വൽസ് നമ്മൾ ആഡ് ചെയ്ത്. ഞാനിങ്ങനെ മറ്റേ സുരേഷ് ഗോപി വരുന്ന നല്ല മഴയത്ത് വരുന്നുണ്ടല്ലേ, കുറച്ചും കൂടി വലിയ മഴയാണെങ്കിൽ ഇങ്ങനെ എനിക്കറിയില്ല, പക്ഷെ അത്രയും മഴയത്ത് ഇത് ഒരു പ്രശ്നം ഉണ്ടായില്ല. അപ്പോൾ മഴയത്തൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കൊക്കെ ക്യാമറ ഇമ്പ്രൂവ് ആയെങ്കിൽ വെതർ പ്രൊട്ടക്ഷനും ഒക്കെ വരികയാണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ മുമ്പോട്ടുള്ള കാലം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇനി എന്താ പറ്റാതെ വരിക ക്യാമറയിൽ. അല്ല ഇനി ഇതിൽ എന്താ വേണ്ടതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വിഷ്ണുവിൻ്റെ പ്രൊഫൈൽ ഞാൻ ഇൻസ്റ്റാഗ്രാം എന്തായാലും മെൻഷൻ ചെയ്യും. അപ്പോൾ ആ DA പറ്റിയിട്ടും കളറിങ്ങിനെ പറ്റിയിട്ടും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ മെസ്സേജ് അയക്കും. അപ്പോൾ അവരെയൊക്കെ ഒന്ന് ഗൈഡ് ചെയ്യാം. പിന്നെ ഇതുപോലെ തന്നെ ഇനിയും നമുക്ക് എന്തെങ്കിലുമൊക്കെ പുതിയ വർക്ക് വരുമ്പോൾ ഒരുമിച്ചിരിക്കാം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, ഇതുപോലുള്ള സ്പേസിൽ എക്സ്പ്ലോർ ചെയ്യാം, പരസ്പരം സംസാരിക്കാം, അറിവ് നേടാം, വളരാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് RVR ഇംപ്രഷൻസ്. അപ്പോൾ താങ്ക് യു സോ മച്ച് വിഷ്ണു ഫോർ കമ്മിങ് ടു RVR ഇംപ്രഷൻസ്. ആദ്യത്തെ ഗസ്റ്റാണ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റെ സ്മരണ വേണം തേവരെ.